നമസ്കാരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. NDA സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ രാജ്യത്താകമാനം ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിച്ചേക്കും. അതേസമയം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് പ്രായോഗികമല്ലെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ പ്രതികരിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഒറ്റ തെരഞ്ഞെടുപ്പ് പ്രായോഗികമാണോ? ഭരണഘടനാ ഭേദഗതികൾ പാസ്സാകുമോ? ഭൂരിപക്ഷത്തിൽ BJPക്ക് ഉറപ്പുണ്ടോ? ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാകുമോ? ഈ ചർച്ചയിൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ BJP, ഡോക്ടർ മോഹൻ വർഗീസ് നിരീക്ഷകൻ, അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര അഭിഭാഷകൻ, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ ഷാബു പ്രസാദ് വലത് നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, 15 ഭരണഘടനാ ഭേദഗതികൾ വേണ്ടിവരും. 2 ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കാനാണ് രാംനാഥ് കോവിന്ദ് സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിൽ 82A എന്ന ആർട്ടിക്കിൾ, അതുപോലെ തന്നെ 324A എന്ന ആർട്ടിക്കിൾ ഒക്കെ ഭേദഗതിയിലൂടെ കൊണ്ടുവരും എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ശുപാർശ. പക്ഷേ ഇത് നടപ്പാക്കൽ എളുപ്പമാകുമോ? കാരണം 240 ലോക്സഭയിലെ BJPയുടെ അംഗസംഖ്യ. അവർക്ക് തനിച്ച് കേവല ഭൂരിപക്ഷമില്ല. 3/2 ഭൂരിപക്ഷം ആവശ്യമുള്ള ഭരണഘടനാ ഭേദഗതികൾ എങ്ങനെ പുഷ് ചെയ്യാമെന്നാണ് BJP വിചാരിക്കുന്നത്? അഭിലാഷ്, ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനാ ഭേദഗതികളുമായി സംബന്ധിച്ചത് മാത്രമാണ്. പാർലമെന്റിൽ ഭരണകക്ഷിക്ക് അല്ലെങ്കിൽ ഭരണമുന്നണിക്ക് ഭൂരിപക്ഷമുള്ളിടത്തോളം തീർച്ചയായും അത് പൈലറ്റ് ചെയ്ത് കൊണ്ടുപോകാനും പാസ്സാക്കിയെടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ലോക്സഭയിലും രാജ്യസഭയിലും ഇതുമായി ബന്ധപ്പെട്ട ബില്ലുകൾക്ക് പാസ്സാകാൻ സാധിക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയിലേക്ക് കടക്കുമ്പോൾ അത് 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. ഈ 18 ഭേദഗതികളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് മറ്റൊരു 5 ഭേദഗതികളും, അങ്ങനെ 18 5 23 ഭേദഗതികൾ, ചെറുതും വലുതുമായ ഭേദഗതികൾ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് നമുക്കറിയാം 3 വ്യത്യസ്തമായ തരത്തിലുള്ള നടപടിക്രമങ്ങൾ ആവശ്യമുണ്ട്. ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് കേവല ഭൂരിപക്ഷം മതിയാകും. പക്ഷേ ഇത് ഫെഡറൽ തത്വങ്ങളും ജനാധിപത്യവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ പ്രൊവിഷൻസ് ചിലതെല്ലാം ഭേദഗതി ചെയ്യണമെങ്കിൽ, ചില ആർട്ടിക്കിളുകൾ ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെന്റിന്റെ 2 മണ്ഡലങ്ങളിലും 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. അറ്റ്ലീസ്റ്റ് ഒരു ആർട്ടിക്കിളെങ്കിലും ഭേദഗതി ചെയ്യുന്നതിന് സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരവും വേണം. 50% സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരവും ആവശ്യമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഭാരതത്തിൽ നിലവിലില്ല. ഏറ്റവും അനുകൂല സാഹചര്യത്തിൽ തന്നെ പാർലമെന്റിൽ, ലോക്സഭയിൽ 353 അംഗങ്ങളായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ NDAക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് കേവലം 293 മാറി. 3/2 ഭൂരിപക്ഷം. പാർലമെന്റിന്റെ അധോമണ്ഡലമായ ലോക്സഭയിലെ 3/2 ഭൂരിപക്ഷം എന്ന് പറയുന്നത് 362 സീറ്റുകളാണ്, 362 വോട്ടാണ്. അത് ഇന്നത്തെ നിലയിൽ പ്രതിപക്ഷത്തുള്ള ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ കൂടെ കോൺഫിഡൻസിലെടുക്കാതെ ആ ഒരു നമ്പർ എത്തിച്ചേരാൻ സാധിക്കില്ല. അതുപോലെ രാജ്യസഭയിൽ ഇന്നുള്ള നമ്പറിനേക്കാൾ വളരെ കൂടുതൽ വേണ്ടി വരും. 167 സാമാജികരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ രാജ്യസഭ 250 അംഗ രാജ്യസഭയിൽ ഭൂരിപക്ഷം 3/2 ഭൂരിപക്ഷം ഉണ്ടാകൂ. അതുകൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഭേദഗതി പ്രമേയങ്ങൾ അവതരിപ്പിക്കാമെന്നല്ലാതെ അത് പാസ്സാകാൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുവദിക്കുന്നില്ല. ഇതിനെല്ലാം പുറമെയാണ് കോടതിയിൽ ഈ കേസ് വരും. തീർച്ചയായും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പൊതു താല്പര്യ ഹർജി എന്ന നിലയിലോ ഏതെങ്കിലും രീതിയിൽ വരും. അത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ്. ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ ഭേദഗതി ചെയ്യാനാവില്ല എന്ന പഴയ ഒരു കേസിൻ്റെ വിധിയുണ്ട്. കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധിയുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാം. പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാൻ അനുവാദമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ മൗലികമായ ചില കാര്യങ്ങളിൽ ടച്ച് ചെയ്യാനൊക്കില്ല. ബേസിക് സ്ട്രക്ചർ ഡോക്ടർ എന്ന് പറയും. അതുകൊണ്ട് അടിസ്ഥാന ശിലകൾ എന്താണ്, കോടതി ഇതുവരെ ഇന്ന കാര്യങ്ങളാണ് അടിസ്ഥാന ശിലകൾ എന്ന് പ്രത്യേകമായി പ്രതിപാദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ആർട്ടിക്കിൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ അതർവൈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്സ്. അതിൻ്റെ അർത്ഥം ഭാരതം ഒരു ഫെഡറേഷനാണ്. ഇവിടെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ഉൾപ്പെടെ, സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അവതാളത്തിലാകുമ്പോൾ സംസ്ഥാന നിയമസഭകളുടെ കാലാവധി മാറ്റേണ്ടി വരുമ്പോൾ ഇതെല്ലാം ബേസിക് സ്ട്രക്ചറായി മാറാനുള്ള സാധ്യതയുണ്ട്. അതാണ് പറയുന്നത്. രണ്ട് ആർട്ടിക്കിൾ വളരെ ആർട്ടിക്കിൾ 83 അത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും കാലാവധിയാണ്. അതുപോലെ ആർട്ടിക്കിൾ 172 അത് തീർച്ചയായും സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട കാലാവധിയാണ്. ഇതെല്ലാം മാറ്റിമറിക്കുന്നത് ഒരുപക്ഷെ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന്റെ പരിധിയിൽ വരും. അങ്ങനെയാണെങ്കിൽ യാതൊരു രീതിയിലും ഈ ബില്ലിന് മുന്നോട്ട് പോകാനാവാത്ത ഒരു അന്തരീക്ഷം വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഡോക്ടർ ഷാബു പ്രസാദ്, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അതിന്
നിയമപരമായും രാഷ്ട്രീയമായും ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇപ്പൊ നോക്കൂ, ഇത് നടപ്പായി എന്ന് വിചാരിക്കുക. 2029 മുതൽ നടപ്പായാൽ കേരളത്തിൽ 2026 തെരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭയ്ക്ക് 3 വർഷമേ കാലാവധി ഉണ്ടാവുകയുള്ളൂ. 3 വർഷത്തെ കാലാവധിക്കല്ല, 5 വർഷത്തെ കാലാവധിക്കാണ് നമ്മളൊരു സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ, ഒരു നിയമസഭയെ തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ, കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം, കേരളവും തമിഴ്നാടും ബംഗാളും അടക്കം 3 കൊല്ലം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. വെറും 1 കൊല്ലത്തിനിടയ്ക്ക് രാജസ്ഥാൻ, മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരുമെന്ന പ്രായോഗിക പ്രശ്നമുണ്ട്. അതിനപ്പുറത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ള ഒരു വിഷയത്തിൽ ഇപ്പോ 2 സഭകളും ഈ നിയമങ്ങൾ, ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ കടക്കും എന്നുള്ള എന്ത് ആത്മവിശ്വാസമാണ് BJPക്ക്? പക്ഷേ നിങ്ങൾ ഇതിനിടയ്ക്ക് എന്നെ ഒരു ഡോക്ടറാക്കി. നമ്മൾ ഡോക്ടറൊന്നും അല്ലേ, ഒരു സാധാരണക്കാരനാണ്. പിന്നെ ഇവിടെ പറഞ്ഞത് ഇപ്പൊ എല്ലാവരും പറഞ്ഞതിൻ്റെ അകത്ത് ഇപ്പൊ ബഹുമാനപ്പെട്ട മോഹൻ വർഗീസും അഭിലാഷും ഇപ്പൊ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇത് എത്രത്തോളം പ്രായോഗികമാണ്, ഇത് നടക്കുമോ, ഇത് അത്ര എളുപ്പമാണോ എന്നൊക്കെയാണല്ലോ ഈ ചോദിക്കുന്നത്. എളുപ്പമല്ല സാർ. ഈ രാജ്യം ഭരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വളരെ ആലോചിച്ചുറപ്പിച്ച് അതിൻ്റെ മാർഗങ്ങളും അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ വ്യക്തമായ ഒരു പ്ലാനോട് കൂടി തന്നെയാണ് സർക്കാർ ഇതിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അല്ലാതെ ഉണ്ടോണ്ടിരുന്ന നായർക്ക് ഒരു ഉൾവിളി തോന്നിയപ്പം എന്നാ നാളെ അങ്ങ് ചെയ്തു കളയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതല്ല. ഇതേപോലെ ഇതേ ഫ്ലോറിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 എടുത്ത് കളയുക എന്ന് പറയുന്ന അത്ര എളുപ്പമൊന്നുള്ള കാര്യമൊന്നുമല്ല. 19 വർഷമായിട്ട് 70 വർഷമായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണത്. ഒരു പ്രദേശത്തിന്റെ കാര്യം, ഒരുപാട് സെന്റിമെന്റ്സ് അതിൻ്റെ അകത്തുണ്ട്. റിലീജിയസ്, പ്രാദേശികമായ ഒരുപാട് സെന്റിമെന്റ്സ് ഉള്ള ആർട്ടിക്കിൾ 370 അങ്ങനെ എടുത്തു കളയാൻ പറ്റുന്നതല്ല, എളുപ്പമല്ല എന്നും ഇതേപോലെ തന്നെ ഇതേ ഭാഷയിൽ, ഇതേ രീതിയിൽ, ഇതേ സമീപനത്തോടു കൂടി ഇതേ ഫ്ലോറിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ടാം മോദി സർക്കാരിനെ സംബന്ധിച്ച് 353 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആ പിന്തുണ നൽകിയ ആത്മവിശ്വാസവും ഫ്ലോർ മാനേജ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. ആ നിലയ്ക്കുള്ള ഒരു കരുത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് BJPക്ക് ഒറ്റയ്ക്ക് 240 അംഗങ്ങളെ ഉള്ളൂ എന്ന് മാത്രമല്ല, വഖഫ് ഭേദഗതി അടക്കം, വഖഫ് നിയമ ഭേദഗതി അടക്കം പാർലമെന്ററി സമിതിക്ക് വിടേണ്ടി വന്ന ചില യൂട്ടേൺ കാഴ്ചകൾ നമ്മൾ ഈ കഴിഞ്ഞ 100 ദിവസത്തിനിടയിൽ കണ്ടിട്ടുണ്ട്. അപ്പം രണ്ടാം മോദി സർക്കാരിന്റെ അത്രയും ഡിസിസീവായി പെരുമാറാൻ കഴിയുന്നത്ര കരുത്തുള്ള സർക്കാർ അല്ല 3-ാം മോദി സർക്കാർ എന്ന കാര്യം താങ്കൾ മറന്നുപോരുത്. അല്ല, 1-ാം മോദി സർക്കാരിന്റെ കാര്യം എന്താ നിങ്ങൾ പറഞ്ഞത്? അതായത് 1 ഇന്ത്യ 1 ടാക്സ് എന്ന ഏറ്റവും വിപ്ലവകരമായ, രാജീവ് ഗാന്ധി 4-3 ഭൂരിപക്ഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് രാജീവ് ഗാന്ധി പ്രപ്പോസ് ചെയ്ത, ആ രാജീവ് ഗാന്ധിക്ക് തൊടാൻ ധൈര്യമില്ലാതിരുന്ന, രാജ്യസഭയിലും ലോക്സഭയിലും 3-2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധിക്ക്. ആ സംഭവം രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, NDAക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, ലോക്സഭയിൽ ഇത്രയും 2-ാം മോദി സർക്കാരിന്റെ സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ ഇവിടെ GST നിയമം 3-2 ആ ഭരണഘടനാ ഭേദഗതിയോടുകൂടി വിപ്ലവകരമായി നടപ്പാക്കിയില്ലേ? ഈ പറഞ്ഞ ഫ്ലോർ മാനേജ്മെന്റ്, വിവിധ കക്ഷികളെ കൺവിൻസ് ചെയ്യൽ, അങ്ങനെ വലിയ നീണ്ട ഒരു പ്രോസസ്സ് ഇതിൻ്റെ അകത്ത് ഇനിയും ബാക്കിയുണ്ട്. ഇനി എത്ര നാൾ? ഇപ്പൊ അന്ന് GSTയെ അടിമുടി എതിർത്ത് നിന്നിരുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഇവിടെ ഒടുവിൽ എല്ലാ പാർട്ടിയും അവസാനം GSTയെ ചെയ്തതാണത്. അത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം അംഗീകരിക്കുന്നു, ഇത് എളുപ്പമല്ല, ഇത് ഒരു തരത്തിലും എളുപ്പമല്ല. അങ്ങനെ എളുപ്പമല്ലാത്ത, ചെയ്യാൻ ഈസി അല്ലാത്ത കാര്യങ്ങൾ ചെയ്താണ് നരേന്ദ്രമോദി 3-ാം വർഷവും ഇവിടെ ഭരിക്കുന്നത്. ഇതുവരെ ആർക്കും ചെയ്യാൻ ധൈര്യമില്ലാതിരുന്ന, തൊടാൻ ധൈര്യമില്ലാതിരുന്ന കാര്യങ്ങൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, രാജ്യത്തിന്റെ ഭാവിയെ കരുതി ചെയ്ത് അത് വളരെ വിദഗ്ധമായി മാനേജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി തന്നെയാണ് വരുന്നത്. ആത്മവിശ്വാസം ഇപ്പോഴും അതാണ് ആത്മവിശ്വാസം, സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ആത്മവിശ്വാസം. ശ്രീ പ്രമോദ് പുഴങ്കര, ഇതിന്റെ രാഷ്ട്രീയത്തിലുപരി ഇതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിക്കുമ്പോൾ 2 ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടി വരും. അതിൽ 2ാമത്തെ ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് മാത്രം പാസാക്കിയാൽ പോരാ, പകുതി സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ അതിനെ റാറ്റിഫൈ ചെയ്യുകയും വേണം. 82A എന്ന പുതിയ ഭരണഘടനാ പ്രൊവിഷൻ നമ്മുടെ ഭരണഘടനയിൽ ചേർക്കേണ്ടി വരും. അതുപോലെ തന്നെ 324A എന്ന പുതിയ ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിൽ ചേർക്കേണ്ടി വരും. വളരെ വിപുലമായ ഒരു പ്രക്രിയയുടെ തുടക്കം മാത്രമാണ് കേന്ദ്രമന്ത്രിസഭ ഇവ അംഗീകരിക്കുക എന്നുള്ളത്. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള വലിയ വെല്ലുവിളി നടപ്പാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വരാൻ പോകുന്നത്. ഇവിടെ പാർലമെന്റിലുള്ള പരീക്ഷയുണ്ട്, ജുഡീഷ്യൽ സ്ക്രൂട്ടണിയും ഉണ്ട്. എങ്ങനെയാണ് താങ്കൾ ഇതിന്റെ നിയമപരമായ വശങ്ങളെ കാണുന്നത്? വാസ്തവത്തിൽ നിയമപരമായ വശങ്ങൾ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ഇത്തരത്തിൽ ഭേദഗതികൾ കൊണ്ടുവരുന്നതിനുള്ള പാർലമെന്റിന്റെ അധികാരം വാസ്തവത്തിൽ
ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണത്തെ, ബേസിക് ഡോക്ട്രിനെ, ബേസിക് സ്ട്രക്ചറിനെ, അടിസ്ഥാന ഘടനയെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ നിയമപരമായിട്ടാണെങ്കിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. പാർലമെന്റിൽ വേണ്ടത്ര ഭൂരിപക്ഷത്തോടുകൂടി ഇത് പാസ്സാക്കാൻ കഴിഞ്ഞു, ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഇത് വാസ്തവത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണത്തെ, അടിസ്ഥാന ഘടനയെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസിൽ വ്യക്തമാക്കുകയും അതിനുശേഷം നമ്മളുടെ ഭരണഘടനാ കോടതി വളരെ കൃത്യമായി പല കോടതി വിധികളിലൂടെയും ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത ഒന്നാണ്. അതായത് പാർലമെൻറ്റിൻ്റെ അധികാരം, നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുമുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം എന്ന് പറയുന്നത്, പാർലമെൻറ്റിന് ജനങ്ങൾ നൽകിയ ഈ അധികാരം എന്ന് പറയുന്നത്, ഭരണഘടന നൽകിയ ഈ അധികാരം എന്ന് പറയുന്നത് ഇരിക്കുമ്പോൾ തന്നെ അത് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ നിശ്ചയിക്കുന്ന ഭരണഘടനാ തത്വങ്ങളെ, പ്രിൻസിപ്പിൾസിനെ, അതിൻ്റെ ഘടനയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഭേദഗതി നടപ്പാക്കാൻ പാർലമെന്റിന് അധികാരമില്ല. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ഘടനയെ അട്ടിമറിക്കാനുള്ള ഒരു നടപടിയും പാർലമെന്റിന് എടുക്കാൻ കഴിയില്ല. അതാണ് പാർലമെന്റിന്റെ അധികാരത്തിനുള്ള ജുഡീഷ്യൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചെക്ക് എന്ന് പറയുന്നത്. അതാണ് എങ്ങനെയാണ് ഇത് പരിശോധിക്കുന്നത്? ഇത് പരിശോധിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ, ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ്. വളരെ കൃത്യമായി ഫെഡറലിസം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിലുള്ളതാണ്. അത് SR ബൊമ്മെ കേസിൽ 94-ൽ സുപ്രീം കോടതി പറയുകയും പിന്നീട് പലതവണ ഇപ്പോൾ ഡൽഹി സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ചും അതിൻ്റെ സംസ്ഥാന പദവിയെക്കുറിച്ചും ഒക്കെ പറയുന്ന വിധിയിൽ സുപ്രീം കോടതി വീണ്ടും പറഞ്ഞ പോലെ ഫെഡറലിസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയാണ്. അതിനെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യമെന്നല്ല. ഒരു പ്ലാൻ ജുഡീഷ്യറിയെ വെച്ചിട്ട് സർക്കാർ പറയുന്ന ഒരു കാര്യത്തിൻ്റെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ജുഡീഷ്യറി ഉണ്ടാകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതിനുള്ള വളരെ ഭീതിതവും ആശങ്കാജനകവുമായ സാധ്യതകൾ ഇന്ത്യയിലുണ്ട് എന്നുകൂടി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ജുഡീഷ്യറിയെ വെച്ച് നിങ്ങൾക്ക് ഇത് പാസ്സാക്കിയെടുക്കാൻ കഴിയുമോ എന്നല്ല, അത് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എത്തോസിനെ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ് മാത്രമല്ല, ഇന്ത്യ രൂപപ്പെട്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ ധാരകളിലൂടെ കടന്നു വരികയും ഒരു കൊളോണിയൽ അടിമത്തത്തിൽ നിന്നും ഇന്ത്യ പുറത്തു വന്ന് സ്വാതന്ത്ര്യം നേടി ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയമായി ഒരു മതേതര ജനാധിപത്യ ഭരണഘടന റിപ്പബ്ലിക്കായി രൂപം കൊണ്ട ആശയത്തെ ഇത് തകർക്കുകയും ചെയ്യുമോ എന്നുള്ള രാഷ്ട്രീയ ചോദ്യം തന്നെയാണ് ഇതിൽ വളരെ പ്രധാനം. ഒരു കാര്യം കൂടി ഇതിൽ ഈ ഫെഡറൽ ഘടനയെക്കുറിച്ച് പറയുമ്പോഴും ഈ 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോഴും പറയാനുണ്ട്. അത് നമ്മുടെ ചർച്ചകളിൽ തുടർന്ന് മറ്റ് പല വശങ്ങളും പറയുന്ന പോലെ, അതായത് ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആർട്ടിക്കിൾ 1 പറയുന്ന പോലെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അതായത് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ രാജ്യം നിലനിൽക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരം കേന്ദ്ര സർക്കാർ കവർന്നെടുക്കുകയും ഇതിനെ സമ്പൂർണ്ണമായി രീതിയിൽ ഒരു അത്തരത്തിലുള്ള ഒരു മെജോറിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പിലേക്ക്, കേന്ദ്രാധികാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്താൽ ഇന്ത്യയില്ല. ഇന്ത്യ നിലനിൽക്കുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യസ്തമായ അധികാര പദവികളിലൂടെയും അതിൻ്റെ നടത്തിപ്പിലൂടെയുമാണ്. നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ചോദ്യം ചെയ്യുന്നത്, ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവസാനമായിരിക്കും എന്നതുകൂടിയാണ്. ശരി, ഇവിടെ ശ്രീ പി ഗോപാലകൃഷ്ണൻ, BJPയെ സംബന്ധിച്ച് ഇത് BJPയുടെ നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ അടക്കം ഉള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ പ്രഖ്യാപിച്ച കാര്യമാണ്. പക്ഷേ പാർലമെന്റിലെ നിലവിലെ സംഖ്യ വെച്ചിട്ട് എങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതി പാസ്സാക്കപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഇത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയെ അതിജീവിക്കുമോ, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ ലംഘനമായി കോടതി കണ്ടെത്തുമോ തുടങ്ങിയതൊക്കെ അടുത്ത കാര്യമാണ്. ആദ്യം ഈ ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കണമല്ലോ. അതിന് ഇപ്പോഴത്തെ നിലയിൽ എങ്ങനെ പറ്റാനാണ്? ഇതില് 2 വശങ്ങളുണ്ട്. ഒന്ന് നിയമപരമായിട്ടുള്ള വശം, 2 അതിൻ്റെ ആശയപരമായ വശം. ഈ 2 വശങ്ങളും ഒരേപോലെ തന്നെ നാം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഒരു വിവരവുമില്ലാതെ ചില കാര്യങ്ങൾ തീരുമാനിക്കും എന്ന് അഭിലാഷ് മോഹനെ പോലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആർട്ടിക്കിൾ 370 അത് നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന സമയത്ത് ഈ പുഴങ്കരയെ പോലെയുള്ള ആളുകൾ, കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രതിപക്ഷ പാർട്ടികളെല്ലാം അതിശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ജമ്മു കാശ്മീരിലെ ആളുകൾ പറഞ്ഞു, അവിടുത്തെ PDPയുടെയും
അതുപോലെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം പറഞ്ഞു അത് സാധ്യമാവില്ല, അതൊരു കാരണവശാലും ഈ സർക്കാരിന് കഴിയില്ല. പക്ഷേ സാധ്യമാവാത്തതെല്ലാം സാധ്യമാക്കിയതാണ് നരേന്ദ്രമോദി സർക്കാർ. ഇപ്പൊ നേരത്തെ മിസ്റ്റർ നിരീക്ഷകനായി വന്നിട്ടുള്ള ഷാബു പ്രസാദ് പറഞ്ഞുവല്ലോ, ടാക്സിന്റെ കാര്യത്തിൽ, GSTയുടെ കാര്യത്തിൽ ഇതേപോലത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിരുന്നു. ആധാറിന്റെ കാര്യത്തിൽ ഇതേപോലത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിരുന്നു. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതേപോലത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിരുന്നു. അതുകൊണ്ട് അതിന്റെ ടെക്നിക്കൽ കാര്യം വിടും, കാരണം അത് ഞങ്ങൾക്ക് വിട്ടേക്കൂ. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇപ്പോ പാസ്സാക്കിയിട്ടുള്ള ഈ നിയമങ്ങളെക്കാൾ കോംപ്ലക്സ് ആണ് ഇപ്പോഴത്തെ ഈ പ്രപ്പോസ്ഡ് വൺ നേഷൻ വൺ ഇലക്ഷൻ. കാരണം നിരവധി ഭരണഘടനാ പ്രൊവിഷനുകൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. 15 പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമുണ്ട്. ആർട്ടിക്കിൾ 83 ലോക്സഭയുടെ കാലാവധിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 172 സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. ഇവയൊക്കെ ഭേദഗതി ചെയ്യുകയും പുതിയ ഭരണഘടനാ പ്രൊവിഷനുകൾ ഭരണഘടനയിൽ സ്ഥാപിക്കുകയും ഒക്കെ വേണം. അത് കേവലം ഒരു പാർട്ടിയുടെ തീരുമാനം കൊണ്ട് മാത്രം നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ഇത് സാധിക്കുമെന്ന ചോദ്യം ചോദിച്ചത്. അഭിലാഷ് മോഹൻ, ഈ ഭരണഘടന എന്ന് പറയുന്നത് ഇരുമ്പൊലക്ക ഒന്നുമല്ല. ഭരണഘടന ഇരുമ്പൊലക്ക ആയിരുന്നെങ്കിൽ ഈ 108, 110 അമെന്റ്മെന്റ് വരികയില്ലായിരുന്നല്ലോ. അപ്പൊ അത് ഇരുമ്പൊലക്കൊന്നുമല്ല, അതൊക്കെ അമെന്റ്മെന്റ് വരും. ഇപ്പൊ തന്നെ നിങ്ങൾ ഈ 3ാം തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അഭിലാഷ് മോഹനെ പോലുള്ള ആളുകൾ എന്റെ ചർച്ചയിൽ, താങ്കളെടുത്ത ചർച്ചയിൽ ഞാൻ വന്നപ്പോൾ പറഞ്ഞത്, എവിടെ പോയി ഗോപാലകൃഷ്ണ, നിങ്ങൾക്ക് ഇനിയും ഈ വൺ എലക്ഷൻ എന്ന ഈ കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് വൺ നാഷൻ വൺ എലക്ഷൻ എന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് നടത്താൻ പറ്റുമോ? അതിനെ ഇവരാരും അനുവദിക്കില്ലല്ലോ എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇന്ത്യയിലെ 16 NDA സഖ്യവും 16 പേരും ഇന്ന് ഇതിനെ അനുകൂലിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ. ഇനിയും രാജ്യസഭയിൽ ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ്. അതായത് ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം, പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭയിലെ വിഷയം കഴിഞ്ഞു. ലോക്സഭയിലെ 16 NDA ഘടകകക്ഷികൾ പിന്തുണച്ചതുകൊണ്ടായോ 3/2 ഭൂരിപക്ഷം ആവശ്യമുള്ള ഭരണഘടനാ ഭേദഗതികളുണ്ട്. സംസ്ഥാനങ്ങളുടെ കൺകറൻസ് ആവശ്യമുള്ള ഈ പഞ്ചായത്ത് നഗരപാലിക നിയമം വരുന്ന പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും തെരഞ്ഞെടുപ്പ് കൂടി ഈ ഇലക്ഷന്റെ ഭാഗമാക്കുകയാണല്ലോ. അതിന് സംസ്ഥാനങ്ങളുടെ കൺകറൻസ് വേണം. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റെപ്പേ ആയിട്ടുള്ളൂ ശ്രീ ഗോപാലകൃഷ്ണൻ. ഇനി അങ്ങോട്ട് കയറി പോകാൻ വലിയൊരു കുന്നു കിടക്കാണ്. അല്ല, ഇതിപ്പോ ഒരു സ്റ്റെപ്പേ ആയിട്ടുള്ളൂ എന്ന് താങ്കൾ പറയുന്നതിനോട് 100% ഞാൻ യോജിക്കുകയാണ്. നിൽക്കാൻ ഞങ്ങൾക്ക് തയ്യാറാവുന്നു. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ എല്ലാ നിരവധി കാര്യങ്ങൾ, ഇനി 2 കാര്യം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിലൊന്നാണ് ഈ വൺ നാഷൻ വൺ ഇലക്ഷൻ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്തതെടുക്കും, ഏക സിവിൽ കോഡ്. അപ്പൊ ഇതിനകത്ത് 2 വശങ്ങളുള്ളൂ. ഞാൻ പറഞ്ഞു 2 വശമുണ്ട്. അതിന്റെ ഒരു ടെക്നിക്കൽ വശത്തിലാണ് താങ്കൾ നിൽക്കുന്നത്. ഇതെങ്ങനെ സാധ്യമാവും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിനുള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ആ സംവിധാനത്തിലൂടെ അത് നടപ്പാക്കും. ഒറ്റ കാര്യം മാത്രം പറഞ്ഞോട്ടെ ഞാൻ, കാരണം മിസ്റ്റർ പുഴങ്കര പറഞ്ഞു ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നുള്ളത് മാറ്റണം എന്നാ പറയുന്നത്. വാസ്തവത്തിൽ ഇതേപോലത്തെ വിഡ്ഢിത്തരം ലോകത്ത് ആരും പറയില്ല. ഇന്ത്യയായി നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ കൺസെപ്റ്റ് എടുക്കുന്നത്. കാരണം പുഴങ്കരയെ പോലെയുള്ള ആളുകൾ എപ്പോഴും കട്ടിംഗ് സൗത്തിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ജമ്മു കാശ്മീര് പാകിസ്ഥാന്റെ ഭാഗമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തിൽ നിന്ന് മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇനി അദ്ദേഹം പറയുന്നത് ഇത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യവും അടിസ്ഥാന ബേസും തകർക്കുമെന്ന. അങ്ങനെയാണെങ്കിൽ ഭരണഘടന ഉണ്ടായതെന്ന 1952 മുതൽ 1967 വരെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നത് വൺ ഇലക്ഷൻ ആയിരുന്നില്ലേ? അപ്പോ വൺ നാഷൻ വൺ ഇലക്ഷൻ ആയിരുന്നു 1952 മുതൽ 1967 വരെ. എന്ന് മാത്രമല്ല 1970 അമെന്റ്മെന്റിലും അതുപോലെ തന്നെ 170 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിലും അതേപോലെ തന്നെ ലോ കമ്മീഷനും എല്ലാം തന്നെ ഈ ലോ കമ്മീഷന്റെ 170 ഒറ്റ ഞാൻ തീർക്കാം. ലോ കമ്മീഷന്റെ 170 റിപ്പോർട്ട് 1999 1999 റിപ്പോർട്ടില്
ആ ലോ കമ്മീഷൻ പറയുന്നത് ഇത് തന്നെയല്ലേ? അത് മാത്രമല്ല 1983-ലും അതിനുശേഷവും ഈ വിഷയം ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനും ഇന്ത്യയിലെ ലോ കമ്മീഷനും സജസ്റ്റ് ചെയ്തതും 1962 മുതൽ 52 മുതൽ 1967 വരെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നതുമാണ് ഈ വൺ നാഷൻ വൺ ഇലക്ഷൻ. ശരി, അതിനെന്തിനാ ഇങ്ങനത്തെ ബഹളം കൂട്ടുന്നത്? ശരി, അത് നമുക്ക് അതിന്റെ പ്രശ്നം എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് അടുത്ത റൗണ്ടിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഞാൻ അതിന് മുമ്പ് ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് നടന്നത്. പക്ഷേ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരുകൾക്ക് ടേം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ, അതിനുശേഷം ദേവഗൌഡയുടെ സർക്കാർ, അതിനുശേഷം ഗുജറാളിന്റെ സർക്കാരും വീണപ്പോൾ വീണ്ടും 1998 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അന്നേരം വന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ ഒരു വർഷം കഴിഞ്ഞ് വീണതുകൊണ്ട് 99 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. ഇല്ലെങ്കിൽ നമ്മൾ നോക്കൂ, 96 2001 ആ നിലയിൽ അങ്ങ് പോയനെ. ഇടയ്ക്ക് വീണ് പോയതുകൊണ്ടാണ്. അപ്പോൾ സംസ്ഥാനങ്ങളും കേന്ദ്രവും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ളത് അഭൂതപൂർവമായ സംഗതിയൊന്നുമല്ല, മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട റെസ്പോൺസ് തേടിയപ്പോൾ 47 പാർട്ടികൾ അഭിപ്രായം പറഞ്ഞതിൽ 32 പേരും വൺ നേഷൻ വൺ ഇലക്ഷൻ നടപ്പാക്കണം എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. 15 പാർട്ടികൾ മാത്രമേ എതിർത്തിട്ടുള്ളൂ. ഇനി പൊതുജനങ്ങളുടെ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അഭിപ്രായം തേടിയപ്പോൾ 21,558 റെസ്പോൺസിൽ 80% വേണം എന്ന അഭിപ്രായമായിരുന്നു. അപ്പോ ഈ BJP-യുടെ കോൺഫിഡൻസ് പോലെ ഇത് സഭകൾ കടന്ന് നിയമസഭകളുടെ റാറ്റിഫിക്കേഷനും കടന്ന് 2029 ആകുമ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ളത് സാധ്യമാവില്ലേ? അഭിലാഷേ, ഇതിൽ ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ അഭിപ്രായത്തെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം രാംനാഥ് കോവിന്ദ് കമ്മിറ്റി എന്താണ് നടപ്പാക്കാൻ ശുപാർശ ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഈ 47 പാർട്ടികളിൽ 32 പാർട്ടികൾ പിന്തുണച്ച പാർട്ടികൾ ഏതൊക്കെയാണ്? സ്വാഭാവികമായിട്ടും BJP-ക്ക് ഒത്താശ ചെയ്യുന്ന അല്ലെങ്കിൽ BJP-യോടൊപ്പം നിൽക്കുന്ന പാർട്ടികളാണ്. സ്വാഭാവികമായിട്ട് ഈ രാജ്യത്ത് ജനാധിപത്യം പുലരണമെന്നും അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ എക്സസൈസുകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടികളാണ് മറ്റു 15 പാർട്ടികൾ. ഈ പാർട്ടികളുടെ പേര് കൂടി ഇവരൊന്ന് പുറത്തേക്ക് വിടണം. പിന്നെ ഇതിൽ വോട്ടെടുപ്പിൽ ഇതിന് അഭിപ്രായം രേഖപ്പെടുത്താൻ പങ്കെടുത്ത ആളുകളിൽ 80% എന്ന് പറയുന്നതും ഏത് തരത്തിലുള്ള ആളുകളാണ്, എത്തരത്തിലുള്ള ആളുകളിൽ നിന്നാണ്, എങ്ങനെയാണ് ഇതിലേക്ക് അഭിപ്രായം ശേഖരിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എൻ്റെ വിഷയം അതല്ല. ഈ ഒരു ഇലക്ഷൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഒരു ഇലക്ഷൻ നടത്താനാണ് ഇവർ ഉദ്ദേശിക്കുന്നതല്ലോ. ഈ പ്രധാനമായിട്ടും ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് ആളുകളുടെ മുമ്പിൽ വേറെ അഭ്യാസമൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഒരു അഭ്യാസം എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ അതിനോടൊപ്പം ഇവർക്ക് നടത്താമായിരുന്നല്ലോ. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഭൂരിപക്ഷം അന്ന് NDA-ക്ക് ഉണ്ടായിരുന്നു. BJP-ക്കും സീറ്റുകളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നു. അന്ന് നടത്താൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ രാജ്യത്തെ ജനങ്ങളുടെ സാധാരണപ്പെട്ട ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഒരു ഇലക്ഷൻ നടത്തുക എന്നുള്ളതല്ല. ഇവിടുത്തെ ആളുകളുടെ മറ്റു പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ പോലെ, വിലക്കയറ്റം പോലെ ഉള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഭയമുള്ള ഒരു സർക്കാരാണ് തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്തിയാൽ ഈ രാജ്യത്തെ സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് വാദിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. അത് ഇതിലെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയട്ടെ. ഞാൻ ഒരു ചോദ്യം BJP-യുടെ പ്രതിനിധികളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നേ, ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കണം. സ്വാഭാവികമായിട്ട് 2026 നടക്കണം. ആ 2026 നടക്കുമ്പോൾ നിങ്ങൾ നരേന്ദ്രമോദി സർക്കാർ രാജിവെക്കുമോ അതോ പിണറായി സർക്കാരിനെ 2029 വരെ തുടരാൻ അനുവദിക്കുമോ? നിങ്ങൾ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ പിണറായി സർക്കാരിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, നിങ്ങൾ അവർക്ക് എതിരാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2029 നരേന്ദ്രമോദി സർക്കാരിന്റെ ഇപ്പോഴത്തെ പാർലമെന്റിന്റെ ടെന്യൂർ തീരുന്നത് വരെ നിങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ തുടരാൻ അനുവദിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനോടൊപ്പം നരേന്ദ്രമോദി അടക്കം BJP-യുടെ MP-മാർ രാജിവെച്ച് ഇലക്ഷനിലേക്ക് പോകുമോ? ആ ഒരു ചോദ്യം ഞാനിങ്ങനെ ഹൈപ്പോത്തറ്റിക്കലായി ചോദിക്കുന്ന, നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം വേണമല്ലോ. പിന്നെ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ രാജ്യത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രാദേശിക പാർട്ടികളുടെ ശേഷി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, തദ്ദേശീയമായിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വേണ്ടിയിട്ടാണ്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നാവരിയും എന്ന് പറയുന്ന BJP നേതാവിനെ തിരുത്താൻ BJP-യുടെ ആരും തയ്യാറാകുന്നത് കണ്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് തുല്യമായിട്ടുള്ള ഗതി വരും രാഹുൽ ഗാന്ധിക്ക് എന്ന് പറയുമ്പോഴും അതിനെ തിരുത്താനോ അതിനെതിരെ സംസാരിക്കാനോ ഒരു BJP നേതാവിനെ നമ്മൾ കാണുന്നില്ല. എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ ഇലക്ഷൻ നടക്കുന്നതിനോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് വരെയുള്ള ഇലക്ഷൻ നടന്നാൽ താഴെത്തട്ടിലുള്ള പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള വിഷയങ്ങളോ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് ആളുകളുടെ മുമ്പിൽ വലിയൊരു ക്രൈസിസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ. പിന്നെ സാമ്പത്തിക ലാഭമാണ് മുന്നിൽ വെക്കുന്നത്. അഭിലാഷ പൂർത്തിയാക്കുക, ഒരു മിനിറ്റ് കൂടി തരണം. സാമ്പത്തിക ലാഭമാണ്
നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ 3500 കോടി രൂപയുടെ പ്രതിമ പണിയുന്നതിനേക്കാളും എളുപ്പമല്ല ഈ രാജ്യത്തെ ഒരു പൊളിറ്റിക്കൽ എക്സസൈസ്, ഡെമോക്രാറ്റിക് എക്സസൈസ് നടത്തുന്നതല്ലേ? അത് കുറെ കൂടി അഭികാമ്യം. ഇവിടെ ഇടിഞ്ഞു വീണ മറ്റേ പ്രതിമ വീണ്ടും പുതുക്കി പണിയാൻ ചെലവഴിക്കുന്ന പണത്തേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് ഈ രാജ്യത്തെ ആളുകളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജനാധിപത്യത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, വൈറ്റാലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകുന്നത്. ഇനി നിങ്ങൾ സാധ്യമല്ലാത്തതൊക്കെ സാധിച്ചു കാണിച്ചു എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജമ്മു കാശ്മീരിനെ നിങ്ങൾ വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കി പല കഷ്ണങ്ങളാക്കി എന്ന് അത് നിങ്ങൾ സാധിച്ചു, അത് നിങ്ങളുടെ മിടുക്കാണ്. പക്ഷേ അവിടെ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ നിങ്ങൾക്ക് പറ്റാതെ പോയത്? അമിത്ഷാ തന്നെ ഒരു വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് പറഞ്ഞിട്ട് പോലും സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നിങ്ങൾ തീവ്രവാദം ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് പോലും ദിനം പ്രതി അവിടെ തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്നു. നിങ്ങൾ നോട്ട് നിരോധിച്ചത് തീവ്രവാദത്തെ ഫണ്ടിങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അതേ മോദി തന്നെ പറയുന്നു അദാനിയും അംബാനിയും ടെമ്പോ വാനിൽ കള്ളപ്പണം കടത്തുന്നുണ്ട്, ഇവിടെ തീവ്രവാദം ഇപ്പോഴും നടക്കുന്നുണ്ട്, അക്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. BJP മുൻകാലങ്ങളിൽ മുമ്പോട്ട് വെച്ചതും ഇപ്പോൾ മുൻപോട്ട് വെക്കുന്നതും ഒക്കെ പൊള്ളയായ വാഗ്ദാനങ്ങളും തട്ടിപ്പുമാണ്. പ്രധാന പ്രശ്നങ്ങളിലെ കോൺഗ്രസിന്റെ പോയിന്റ് ഒക്കെ വരട്ടെ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇത് നടപ്പാവുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തു, കാലം തെളിയിക്കേണ്ട കാര്യമാണ്. നടപ്പായാൽ എന്ത് എന്ന് ചർച്ച ചെയ്യുമ്പോൾ നോക്കൂ, ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. കർണാടക, അതുപോലെ തന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇനി 2028 വിധി എഴുതുക. അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്ത സർക്കാർ ഒരു കൊല്ലത്തിനിടയിൽ പിരിച്ചുവിടപ്പെടും. പുതിയ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാവും. കേരളം 2026 കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ജനവിധി തേടുക. 3 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടി വരും എന്ന ഒരു സാഹചര്യം. എന്ന് മാത്രമല്ല, ഏതെങ്കിലും സർക്കാർ ഇനി 2029 കേന്ദ്ര സർക്കാരും പുതിയ സംസ്ഥാന സർക്കാരുകളൊക്കെ വരുന്നു, ഏതെങ്കിലും സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായാൽ വീണ്ടും അവ പിരിച്ചുവിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചെലവിന്റെ കാര്യം, എക്സർസൈസ് കുറയുന്നു അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാവുന്നു, ഈ പറയുന്നതിൽ വല്ല വസ്തുതയുണ്ടോ? ശ്രീ അഭിലാഷ്, വളരെ നിറം പിടിപ്പിച്ച ഒരു ചിത്രമാണ് ഇതേക്കുറിച്ച് ഒരുപക്ഷെ ഈ ബില്ല് മൂട്ട് ചെയ്ത ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. വളരെയധികം ചെലവ് കുറഞ്ഞ ഒരു സംഭവം, അതായത് വലിയ തുകയാണ് ചെലവഴിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു കണക്കുകൾ അനുസരിച്ച് ഭീമമായ തുകയാണ് ദേശവ്യാപകമായ തെരഞ്ഞെടുപ്പ്. അത് അടിക്കടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചെലവ്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഒന്ന് മതിയാകും, അതിനുള്ള നടപടിക്രമങ്ങൾ വളരെ ലഘൂകരിക്കാൻ സാധിക്കും, അതുപോലെ സുരക്ഷാ സേനയുടെ വിന്യാസത്തെ ഒരുപക്ഷെ ക്രമീകരിക്കാൻ സാധിക്കും. ഇതെല്ലാം അനുകൂല ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ വളരെ നല്ല ഒരു നീക്കമായി കാണാം. അത് മാത്രമല്ല, അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഈ പറഞ്ഞ 47 രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളിൽ 32 കക്ഷികൾ അതിനെ അനുകൂലിച്ചു എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം കക്ഷികളാണ് എന്നറിയാൻ എനിക്കും താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒന്ന് നൈതികമായ ഒരു ചോദ്യമാണ്. ആഫ്റ്റർ ഓൾ, ഇന്ത്യ ഈസ് എ ഫെഡറേഷൻ. ആ വാക്ക് ഭരണഘടനയിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഫെഡറലാണ്. അടിസ്ഥാനപരമായി ഒരു കാലത്ത് സ്വതന്ത്രരായിരുന്ന നാട്ടുരാജ്യങ്ങൾ അവരെ ഒരു പ്രത്യേക ഒരു യൂണിയനിൽ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പം നമുക്ക് ഓരോ പ്രദേശത്തിൻ്റെയും തനതായ സംസ്കാരവും തനതായ ചിന്താധാരകളും എല്ലാം രാഷ്ട്രത്തിൽ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫെഡറേഷൻ ആദ്യകാലത്ത് അങ്ങനെ ഒരു ഫെഡറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരും. 4 പാടും പിരിഞ്ഞു പോകാതിരിക്കാൻ ഒരു കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു ഫെഡറേഷൻ, അതാണല്ലോ ആ ഒരു രീതിയിലാണ്. അപ്പം അവിടെ ആ ക്വാസി ഫെഡറൽ സംവിധാനമാണ്. ആ സംവിധാനം കുറച്ചുകൂടി സോളിഡിഫൈ ചെയ്യുകയാണ്. ഇപ്പോഴിതാ വരുന്നത് കൂടുതൽ ഫെഡറലായി മാറുന്നതിന് പകരം കേന്ദ്രീകൃതമായി മാറുന്ന ഒരവസ്ഥയാണ് വരുന്നത്. ആ കേന്ദ്രീകൃത അവസ്ഥ എന്ന് പറയുന്നത് ദേശീയ കക്ഷികൾക്ക്, ഇന്ത്യയിൽ ഇപ്പോഴും എല്ലായിടത്തും വേരോട്ടമുള്ള 2 ദേശീയ കക്ഷികളെ ഉള്ളൂ. അത് ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, പരമ്പരാഗതമായി ഒന്ന് BJP ആണ്. ഈ 2 കക്ഷികൾക്ക് മാത്രം പ്രയോജനം വരാവുന്ന ദേശീയ വിഷയങ്ങളാവും ദേശീയ തെരഞ്ഞെടുപ്പ് വരുന്നത്. പ്രാദേശിക പാർട്ടികൾ ദുർബലപ്പെടുമെന്നൊരു വാദം ചർച്ചയിലേക്ക്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ഇതിന്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഈ 2029 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏത് സർക്കാരിനും എപ്പോൾ വേണമെങ്കിലും ഭൂരിപക്ഷം നഷ്ടമാകാം. ഇപ്പോൾ കേരള സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഒക്കെ ഭൂരിപക്ഷം നഷ്ടമാകാം. നേരത്തെ വാജ്പേയിയുടെയും VP സിംഗിന്റെയും ഗുജറാളിന്റെയും ഒക്കെ സർക്കാരുകൾക്ക് ഭൂരിപക്ഷം നഷ്ടമായതുപോലെ അടുത്ത കേന്ദ്ര സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായാൽ അപ്പോൾ ലോക്സഭ പിരിച്ചുവിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തും. ഏതെങ്കിലും സംസ്ഥാന നിയമസഭകൾക്ക്, ഇപ്പോൾ ഗുജറാത്തിലോ അതല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോ ഒരു സർക്കാരിന് കേവല ഭൂരിപക്ഷം നഷ്ടമായാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തും. അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ നടക്കും. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 വർഷം ഉണ്ടാവില്ല, എത്രയാണോ 2029 കഴിഞ്ഞ് 5 വർഷം പൂർത്തിയാവാൻ അത്രയും കാലയളവിൽ വീണ്ടും ആ സർക്കാർ ഉണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. ഇതിൽ ചെലവ് കുറയുമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴെങ്ങനെയാണോ അതുപോലെ തന്നെ ആകെ അഡീഷണലായി വരുന്നത്
യഥാർത്ഥത്തിൽ 5 വർഷം തികയ്ക്കേണ്ട കുറേ സർക്കാരുകൾ, കേരളത്തിൻ്റെതടക്കമുള്ള കുറേ സർക്കാരുകൾ 3 കൊല്ലവും 2 കൊല്ലവും ഒക്കെ കഴിയുമ്പോൾ പിരിച്ചുവിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളതാണ്. എന്ത് ചെലവ് കുറയുമെന്നാണ് ഈ പറയുന്നത്? ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങയോടാണ്. അദ്ദേഹത്തിന്റെ ഫ്രെയിം ഫ്രീസ്. ആരോടാണ് ചോദ്യം? ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കളോടാണ്. കേട്ടോ, ചോദ്യം കേട്ടോ? ചോദ്യം ഒന്നുകൂടി ഒന്ന് പറയാ. അതായത് ഇപ്പൊ ചെലവ് കുറയും എന്നാണല്ലോ പറയുന്നത്. മുമ്പത്തേതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനായാലും സംസ്ഥാന നിയമസഭ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുന്ന സർക്കാരിനായാലും ഏത് സർക്കാരിന് ഭൂരിപക്ഷം പോയാലും ആ സഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തേണ്ടി വരും. അത് അനുസരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും ചെയ്യും. ഇപ്പോ 2029 മുമ്പ് 2-3 വർഷം പ്രായമായ സർക്കാരുകൾ പിരിച്ചുവിടപ്പെട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്നുള്ളത് ഒഴിച്ചാൽ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. എവിടെയാണ് ചെലവ് കുറയുക? ചെലവ് കൂടല്ലേ ഉള്ളൂ. ഒരിക്കലും അല്ല, ചെലവ് തീർച്ചയായിട്ടും കുറയും. കാരണം ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം തന്നെ കോസ്റ്റ് ആണ്. കോസ്റ്റ് മാത്രമല്ല, റിസോഴ്സസ് ആണ്. കോസ്റ്റും അതുപോലെ റിസോഴ്സസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കറപ്ഷൻ, അതുപോലെ ചില ഘടകങ്ങളുണ്ട്. ഞാൻ അതിന് മുമ്പ് താങ്കളുടെ ചോദ്യത്തിന് മുമ്പ് എനിക്ക് മുമ്പ് സംസാരിച്ച മോഹൻ വർഗീസും അതുപോലെ മറ്റു ചിലരും സൂചിപ്പിച്ചത് പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചർച്ച ചെയ്യപ്പെടില്ല. ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയം മാത്രമേ ചർച്ച ചെയ്യപ്പെടൂ എന്നാണ് മിസ്റ്റർ മോഹൻ വർഗീസ് അടക്കമുള്ള ചില ആളുകൾ സൂചിപ്പിച്ചത്. അത് തെറ്റല്ലേ? കാരണം ഇപ്പൊ ഡൽഹി ഇലക്ഷൻ നമ്മൾ എടുക്കുക. ഡൽഹിയെ പോലെ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വേറെ സംസ്ഥാനങ്ങളില്ലല്ലോ. ആ ഡൽഹിയില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ അവിടെ ജയിക്കുന്നത് BJP ആണ്. എന്നാൽ അതേ സമയത്ത് സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ ഒരു 10 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ആരാ? ആപ്പാണ്. അതുപോലെ തന്നെ കേരളത്തിൽ എത്രയോ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരേപോലെ ഏതാണ്ട് ഒരു വർഷത്തിന്റെ ഉള്ളിൽ നടത്തിയപ്പോൾ തന്നെ എന്തുമാത്രം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് മേൽക്കോയ്മ ഉണ്ടായിരുന്ന അസംബ്ലിയിൽ ഐക്യജനാധിപത്യ മുന്നണി മേൽക്കോയ്മ നേടുന്ന ചിത്രം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തിരിച്ചും കണ്ടിട്ടുണ്ട്. നമ്മളങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ജനാധിപത്യ വിശ്വാസികളായ വോട്ടർമാരെ അങ്ങനെ നമ്മൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളായിട്ട് വിലയിരുത്തപ്പെടരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ട് അവർ കൃത്യമായി ദേശീയ രാഷ്ട്രീയത്തിന് ഉതകുന്ന പാർട്ടിയും ദേശീയ രാഷ്ട്രീയം അല്ല സംസ്ഥാന രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിന് ഉതകുന്ന കക്ഷിയെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ജയിപ്പിക്കുന്ന ചരിത്രമാണ് ഇതുവരെ ഉണ്ടായത്. ഇനി 1952 11 കോടിയായിരുന്നു ടോട്ടൽ ചെലവ്. ഇന്ന് ശരിയാണ്, സംസ്ഥാനങ്ങൾ കൂടി, ജനസംഖ്യ കൂടി, വലിയ വലിയ മാറ്റങ്ങളുണ്ട്, ഞാൻ സമ്മതിക്കാം. പക്ഷേ 2019 തെരഞ്ഞെടുപ്പിന്റെ കണക്ക് ഞാൻ നോക്കിയപ്പോ 60,000 കോടിയാണ്. ഈ 60,000 കോടി രൂപ നമ്മൾ ചെലവാക്കുമ്പോൾ ഇവിടെ ഇപ്പോ ഈ ബില്ലിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് 100 ദിവസത്തിന്റെ ഉള്ളിൽ 3 ഫേസ് ആയിട്ട് നടത്തണമെന്നാണ്. അതിലെ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്, അങ്ങനെ 3 ഫേസ് ആയിട്ട് നടത്താം, അല്ലെങ്കിൽ 2 ഫേസ് ആയിട്ട് നടത്താം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ആ 100 ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ ഫേസ് എന്ന നിലയിൽ ലോക്സഭയും അസംബ്ലിയും, രണ്ടാമത്തെ ഫേസ് എന്ന നിലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, ഇതാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത്. അതിലെവിടെയാണ് പണം കുറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ ഏറ്റവും നല്ല ഒരു ഉദാഹരണം, നിങ്ങൾ ഏതെങ്കിലും ഒരു കച്ചവടക്കാരോട് സംസാരിക്കും, ഈ ഇന്ത്യയിലെ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ബിസിനസ് മാനോട് സംസാരിക്കുക, അവര് പറയും ഒറ്റ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾക്ക് നല്ലത്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഇതുമായി ബന്ധപ്പെട്ട് ആർമിയുടെയും പോലീസിന്റെയും സേവനം, അതുപോലെ തന്നെ ബാലറ്റുമായി ബന്ധപ്പെട്ട സേവനം, അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾപ്പെടുന്ന മുഴുവൻ സംസ്ഥാന കേന്ദ്ര ജീവനക്കാരുടെ വിഷയത്തിൽ ഇത് മാത്രമല്ല, നിങ്ങളിപ്പോ പറഞ്ഞത് ഇടയിൽ വെച്ച് എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, അത് നമ്മൾ ചർച്ച ചെയ്യട്ടെന്ന്. ചർച്ച ചെയ്തതിന് ശേഷം ഒന്നും ആയിട്ടൊന്നുമില്ലല്ലോ, അതിലെന്തു വേണം? ഇടയിൽ കാലാവധി പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാന സർക്കാർ വന്നാൽ അതെങ്ങനെയാണ്? പിന്നെ നിങ്ങൾ പറയുന്ന വേറൊരു കാര്യം, 2029 മുമ്പ് ശരിയാന്ന് ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിക്കും.
അതിനുശേഷം വരുമ്പം അത് ക്ലിയർ ആവുമല്ലോ. അല്ല, അതിനുശേഷമുള്ള കാര്യങ്ങൾ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഇതൊക്കെ കൃത്യമായി ശുപാർശ ചെയ്തിട്ടുണ്ട് സാർ. അപ്പോ എപ്പോ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കാം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ 2029 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിഞ്ഞ് ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ വീണാൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വീണാൽ അവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടിവരും, തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. അല്ലല്ല, ആ തെരഞ്ഞെടുപ്പ് ഒന്നാമത്തെ കാര്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. 1968 ശേഷം എന്തുകൊണ്ടാണ് ഇതിന് മാറ്റം വന്നത്? വളരെ പെട്ടെന്ന് കുറെ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടു, സംസ്ഥാന സർക്കാരുകൾ വീണു, കേരളം അടക്കം പിരിച്ചുവിട്ടു, സംസ്ഥാന സർക്കാരുകൾ വീണു. പക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം മനസ്സിലാക്കുക. ഒരു 10-15 വർഷത്തിന്റെ ഉള്ളിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് പിരിച്ചുവിടൽ പ്രക്രിയ പിരിച്ചുവിടേണ്ട സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായാൽ സ്വാഭാവികമായും നിയമസഭ പിരിച്ചുവിടേണ്ടി വരുമല്ലോ, അല്ലാതെ 156 വകുപ്പ് പ്രയോഗിക്കുന്നതിനെ കുറിച്ചല്ല. ഞാൻ രണ്ടും പറയുകയാണ്. ഞാൻ ഒന്നാമത്തെ പോയിന്റ് ആണ് ആ പറഞ്ഞത്. അതൊന്നും ഇപ്പൊ നടക്കില്ല, അതൊന്നും നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. നടന്നാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ സുപ്രീം കോടതി അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യും. അപ്പൊ അതൊന്നും പ്രാക്ടിക്കൽ അല്ല. രണ്ടാമത്തെ കാര്യം, അതല്ലാതെ MLA-മാർ കൂറുമാറിയിട്ട് ഉണ്ടാവുന്ന അവസ്ഥ, MLA-മാർ കൂറുമാറി ഉണ്ടാവുന്ന അവസ്ഥയാണല്ലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ BJP-ക്കെതിരായി സംസാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാ MLA-മാരെയും വിലക്കെടുത്ത് BJP അധികാരം നേരിടുന്ന അതേ BJP-യാ പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അത്തരത്തിൽ വരാതിരിക്കാനും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ പാർലമെന്റിലെ അംഗങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും താല്പര്യത്തിനനുസരിച്ച് ചർച്ച ചെയ്ത് അമെന്റ്മെന്റ് വരും. അതിനെന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കും. ഇതെല്ലാം ഇന്നത്തെ രാത്രിയിൽ ഞാൻ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്, ഇന്നത്തെ രാത്രിയിൽ ഇന്നൊരു ദിവസം കൊണ്ട് ഇതൊന്നും തീരുമാനിക്കില്ല. ഇതൊക്കെ ചർച്ച ചെയ്യും. എവിടെ എങ്ങനെ വേണം. നമ്മുടെ നാടിന്റെ ദുരവസ്ഥ മാറ്റണം. സാമ്പത്തികമായി സംസ്ഥാനങ്ങളുടെ ഈ അധിക ചെലവ് ഇല്ലാതാക്കണം. പിന്നെ നേരത്തെ രണ്ടുപേര് പറഞ്ഞതിനൊന്ന് ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഈ ഇലക്ഷൻ നടത്തുന്നത് സംസ്ഥാന ഗവൺമെന്റ് അല്ലല്ലോ, ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അപ്പോ ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയും. അതെ, ഞാൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആ ഇലക്ഷൻ കമ്മീഷന്റെ ചെലവ്, ആ ചെലവ് വഹിക്കുന്നത് മുഴുവൻ സംസ്ഥാനം അല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു വിങ് അല്ല, കേന്ദ്ര സർക്കാരിന്റെ ഭാഗമല്ല. അങ്ങനെ ആവരുത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ താല്പര്യം. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നതിന് മുമ്പ് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കേൾക്കാതെ പോയതാ. അതൊരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ആ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി സ്വാഭാവികമായും ചെലവാക്കുന്ന പണം, ചെലവാക്കുന്ന മാൻ പവർ, അതിനുവേണ്ടി വിനിയോഗിക്കപ്പെടുന്നത് ഇതെല്ലാം ഒരു കേവലം സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല ചെയ്യുന്നത്. അത് ഞാൻ ഫെഡറൽ സംവിധാനത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത്. അതൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന നിലയിൽ സെൻട്രലൈസ്ഡ് ആയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുമെന്ന് പറയുന്നത് അഭിലാഷ് ഒരു പോയിന്റോടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഒറ്റ പോയിന്റോടെ പറഞ്ഞിട്ട് മിസ്റ്റർ ജിൻഡോസ് ജോൺ പറഞ്ഞത്, അദ്ദേഹം ഈ എന്താ പറയാ 3500 കോടി രൂപയുടെ പ്രതിമ ഉണ്ടാക്കിയല്ലോ, ഇതിനേക്കാൾ ഭേദം. എന്റെ പൊന്നു സുഹൃത്തെ, അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടത്തുന്നത് മൈതാനത്തെ പ്രസംഗമല്ല. എന്തായാലും 3500 കോടിയുടെ പ്രതിമയല്ലേ ഉണ്ടാക്കിയുള്ളൂ, വീട്ടിലേക്ക് അടിച്ചോണ്ട് പോയില്ലല്ലോ. കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ 3500, 5000, 10000 കോടി വീട്ടിൽ കൊണ്ടുപോവാ ചെയ്തത്. അതെന്തായാലും BJP ചെയ്തിട്ടില്ലല്ലോ. പ്രതിമകളൊക്കെ ഉണ്ടാവട്ടെ, എല്ലാവരും പ്രതിമ ഉണ്ടാക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിമ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. ശരി, ഓക്കെ. ശ്രീ പ്രമോദ് പുഴങ്കര, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രാജ്യം ഒരു ഭാഷയാകാം, ഒരു രാജ്യം ഒരു മതം, ഒരു രാജ്യം ഒരു പാർട്ടി, ഒടുവിൽ ഒരു രാജ്യം ഒരു നേതാവ് എന്നുള്ള നിലയിലാകുമോ? അല്ല, ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. തീർച്ചയായും ഇത് നമ്മൾ ഈ ചർച്ചയുടെ ഈ രണ്ടാം ഘട്ടത്തിൽ പറയേണ്ട ഈ കാര്യം എന്ന് പറയുന്നത് BJP-യുടെ സംഘപരിവാറിൻ്റെ RSS-ന്റെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു എക്സിക്യൂട്ടീവ്, ഒരു സർക്കാർ, ഒരു നേതാവ്, ഒരൊറ്റ ഭാഷ, ഈ ഒരു മതം, ഇത് അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ, ഈ മതം എന്ന് പറയുന്നത് അവിടുത്തെ ഭൂരിപക്ഷ മതം, ഇത് അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അതിസൂക്ഷ്മമായ ഒരു വിശാലമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര അജണ്ടയുടെ ഭാഗമായിട്ടാണ്
ഭാഗമായിട്ടാണ് ഇതുണ്ടാകുന്നത്. ഇത് വളരെ കൃത്യമാണ്. ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു, ഹിന്ദുത്വത്തെ അടിച്ചേൽപ്പിക്കുന്ന, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് പാകമല്ലാത്ത ആളുകളെ സർക്കാർ വേട്ടയാടുന്നു. ഇത്തരത്തിലുള്ള ഒരു ഫാഷിസ്റ്റ് അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇതുണ്ടാകുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞു മാതിരി കച്ചവടക്കാരുടെ ലാഭം നോക്കിയിട്ടല്ല ഒരു രാജ്യത്തെ അല്ല അദ്ദേഹം പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ലല്ലോ. വേട്ടയാടിയോ ഈ സർക്കാർ? എനിക്ക് എന്തെങ്കിലും വേട്ടയാടിയോ? അല്ല അദ്ദേഹം പറയട്ടെ സാർ. എന്റെ അറിവ് ആയിക്കോട്ടെ, എന്റെ അറിവ് എന്നെ വേട്ടയാടുന്നതും എന്നെ വേട്ടയാടുകയോ വേട്ടയാതിരിക്കുകയോ ചെയ്യുന്നതൊന്നും ഗോപാലകൃഷ്ണന്റെയോ BJP-യുടെ ഔദാര്യമല്ല. എന്റെ സാമാന്യമായ അറിവ് ഈ ചർച്ച നടത്തുന്നത് അഭിലാഷാണ്, ഗോപാലകൃഷ്ണനല്ല. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ മിണ്ടാതിരിക്കാൻ ഹിന്ദു മിലിറ്ററി മുഴുവൻ വേട്ടയാടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മാന്യമായി സംസാരിക്കണം. താങ്കൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ലല്ലോ, ബാക്കി എല്ലാവരും ശാന്തരായി കേട്ടില്ലേ? എനിക്ക് പറയാനുള്ളതാണ് പറയുന്നത്. ഗോപാലകൃഷ്ണൻ ഇഷ്ടപ്പെട്ടത് പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഇയാൾ എന്തൊരു മനുഷ്യൻ ഇത്. അതായത് BJP-യുടെയും സംഘപരിവാറിന്റെയും ഹിന്ദുത്വ ഫാഷിസ്റ്റ് അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. അവർക്കിഷ്ടമില്ലാത്ത ആളുകളെയും രാഷ്ട്രീയ കക്ഷികളെയും എതിരഭിപ്രായങ്ങളെയും വേട്ടയാടുന്നതിൻ്റെ, അത് ജനസമൂഹങ്ങളെയാകട്ടെ, ന്യൂനപക്ഷങ്ങളെയാകട്ടെ, രാഷ്ട്രീയ അഭിപ്രായങ്ങളെയാകട്ടെ, ഈ ഫാഷിസ്റ്റ് അജണ്ടയും പ്രത്യയശാസ്ത്രവും വെച്ച് വേട്ടയാടുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങളാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണകൂടം നടത്തിയതും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഈ വൺ ഇന്ത്യ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് ചെലവ് കുറയ്ക്കുമെന്നുള്ളതൊക്കെ കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് തന്നെ അതിൽ അബ്സേർഡായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. അവർ പറയുന്നത് 100 ദിവസം കഴിഞ്ഞിട്ട് വേണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്താനെന്നാ. അത് മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സാണ്. ഇത്രയും ഫാറ്റിഗ് ഈ 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ട് 100 ദിവസം കഴിഞ്ഞ് നടത്തുമ്പോൾ അതിൻ്റെ ചെലവിനെ കുറിച്ച് എന്താ? ഇനി ഇതൊരു ജനങ്ങളുടെ ജനാധിപത്യാവകാശത്തെ കവർന്നെടുക്കുന്ന മറ്റൊരു പദ്ധതിയാണിത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഉദാഹരണത്തിന് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ, ഏത് സർക്കാരിനെയും തെരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിലൂടെ, രാഷ്ട്രീയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ, അതിൻ്റെ നടപടികളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ആ സർക്കാരിനെ രാജിവെപ്പിക്കുന്നതിന്, ആ സർക്കാരിനെ മാറ്റുന്നതിനുള്ള അധികാരം കൂടി നൽകുന്ന ഒന്നാണ് ഒരു ജനാധിപത്യ പ്രക്രിയ നമ്മുടെ നാട്ടിലുള്ളത്. ഒരു 3 വർഷം കഴിഞ്ഞ് ഒരു സർക്കാർ രാജിവെക്കുന്നു എന്നിരിക്കട്ടെ, ഏതെങ്കിലും സാഹചര്യത്തിൽ രാജിവെക്കുന്നു എന്നിരിക്കട്ടെ, എന്താ കമ്മിറ്റി, ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ്റെ റിപ്പോർട്ട് കൊടുത്ത കോൺ കമ്മിറ്റി പറയുന്നത് ഈ ട്രങ്കേറ്റഡ് പീരിയഡ് മാത്രമാണ് പിന്നെ കിട്ടുന്നത്. അതായത് വെട്ടിക്കുറച്ച ബാക്കി 2 വർഷത്തേക്ക് ഇലക്ഷൻ നടത്തണം. ഇലക്ഷൻ ചെലവ് കുറയുന്നില്ല, 2 കൊല്ലത്തേക്ക് വീണ്ടും ഇലക്ഷൻ നടത്തുന്നു. എന്നിട്ട് പിന്നെ വരുന്ന ഈ മൊത്തത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളോടൊപ്പം വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതായത് ഒരു അസംബന്ധ നാടകത്തെ RSSന്റെയും BJP-യുടെയും ഒരു മൊണോലിത്തിക് ആയിട്ടുള്ള ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം നടപ്പാക്കാനുള്ള ഒരു പരിപാടിക്ക് വേണ്ടി ഒരു അസംബന്ധ നാടകമാണ് ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊന്നുകൂടി ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല. സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ആ പ്രത്യേക സമൂഹങ്ങളിലെ, ആ പ്രത്യേക ഭൂപ്രദേശത്തെ, പ്രത്യേക സ്ഥലത്തെ രാഷ്ട്രീയത്തെ അതിനെയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ സംസ്ഥാനങ്ങളിലെ ജനതകൾക്ക് അവരുടെ രാഷ്ട്രീയമായ ജനാധിപത്യ തർക്കങ്ങളും സംവാദങ്ങളും നടത്താനുള്ളതാണ്. അവിടെയെല്ലാം മോദി ഭാരതത്തിന്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും കൊടിയും വെച്ച് തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം രാഷ്ട്രീയ സംവാദത്തിനെയും പൊളിറ്റിക്കൽ നെറേറ്റീവിനെയും തങ്ങളുടെ മെഗാ നെറേറ്റീവിലൂടെ മാറ്റിയെടുക്കാമെന്നുള്ള കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. ഇത് ഇന്ത്യയെ തകർക്കുകയും ഹിന്ദുത്വ ഇന്ത്യയെ ഉണ്ടാക്കുകയും ശരി. ശ്രീ ഷാബു പ്രസാദ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നോക്കൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശാണല്ലോ. ഉത്തർപ്രദേശിൽ 2027 ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ഒരുപക്ഷെ യോഗി ആദിത്യനാഥിന് തുടർഭരണം കിട്ടിയേക്കാം, അല്ലെങ്കിൽ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വന്നേക്കാം. രണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അഖിലേഷ് സർക്കാരിനാണ് സാധ്യത എന്ന് ഇപ്പോൾ പല അനലിസ്റ്റുകൾ പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും 2027 അധികാരത്തിൽ വരുന്ന ഉത്തർപ്രദേശിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ 2029 വരെ ഉള്ളൂ എന്ന് പറയുന്നത് എന്ത് വലിയ നീതികേടാണ്. വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് എങ്ങനെയാണ് അങ്ങനെ ഒരു അനീതി പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതല്ല ഇതിലെ അടിസ്ഥാനപരമായ പ്രശ്നം. ഈ ഇതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ മുഴുവനും ഇതിൻ്റെ അകത്ത് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ.
നമ്മള് ഈ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഈ ഒരു രാത്രി കൊണ്ട് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് നടപ്പാക്കാൻ കാര്യം ഒരുപാട് പ്രോസസ് ബാക്കിയുണ്ട്. നമുക്ക് പറയാം, നമുക്ക് വലിയ ബൃഹത്തായ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബൃഹത്തായ ഒരുപാട് വോള്യങ്ങളുള്ള ആ കാര്യം തന്നു കഴിഞ്ഞു സർക്കാരിന്, രാഷ്ട്രപതിക്ക് കൊടുത്തു. അതാണ് മന്ത്രിസഭ അതിന്റെ വരട്ടെ, അത് നമുക്ക് വെയിറ്റ് ചെയ്യാം, അതിന്റെ വരട്ടെ. പക്ഷെ ഇവിടെ ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ ഇവിടെ ചെലവ് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം ഈ രാജ്യത്ത് എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവിടെ ബാധകമാണ്. ആ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കുന്ന സ്ഥലത്ത് സംസ്ഥാന ഗവൺമെന്റിനോ കേന്ദ്ര ഗവൺമെന്റിനോ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കാനോ നടപ്പാക്കാനോ കഴിയില്ല. ഏത് സർക്കാരും ആയിക്കോട്ടെ, കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ്, ബി ജെ പി എങ്കിൽ ബി ജെ പി. ഇത് വലിയ തോതിലാണ് നമ്മുടെ ആ ഒരു വികസനത്തിന്റെ വേഗതയെ തടസ്സപ്പെടുത്തി നിർത്തുന്നത്. ചെലവ് ഒരു ഭാഗം മാത്രമാണ്, അതിൻ്റെ അകത്ത് ഒരു ഫാക്ടർ മാത്രമാണ്. പിന്നെ ഇവിടെ എല്ലാവരും പറയുന്നു ഇത് ഇന്ത്യയെ തകർക്കും, ഇത് ഇന്ത്യയെ തകർക്കും, ഇത് ഇന്ത്യയെ തകർക്കും എന്ന്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, 52 മുതൽ 67 വരെ ഈ രാജ്യത്ത് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ തന്നെ ആയിരുന്നു സാർ. ഇവിടെ ഈ രാജ്യം തകർന്നോ? ഇനി മറ്റൊന്ന് പറഞ്ഞത്, ഇവിടെ പ്രാദേശിക വിഷയങ്ങൾക്ക് പ്രാധാന്യം കിട്ടില്ല എന്ന്. 57-ലേത് വൺ ഇന്ത്യ വൺ ഇലക്ഷനാണ്. അന്ന് കേരളത്തിൽ ജയിച്ചത് ഇടതുമുന്നണിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അന്ന് കേരളത്തിൽ നിന്ന് ലോക്സഭാ ഇലക്ഷനിൽ ഭൂരിപക്ഷം കിട്ടിയത് കോൺഗ്രസിനുമാണ്. അസംബ്ലി ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി EMS അധികാരത്തിൽ വന്നപ്പോൾ അതിനോടൊപ്പം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിനാണ് ഭൂരിപക്ഷം കിട്ടിയത്. നമ്മുടെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെ അങ്ങനെ വില കുറച്ച് കാണരുത് സാർ. കാര്യം അവർ നല്ല കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഒരുമിച്ച് ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നരേന്ദ്രമോദി പറയുന്നത് മാത്രമേ ജനങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞാൽ ഈ 10-75 വർഷം നീണ്ട ഭാരതത്തിന്റെ, ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ ജനാധിപത്യ പാരമ്പര്യത്തിന് നിങ്ങൾ എത്ര വില കൽപ്പിക്കുന്നു? അത്രയും അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അത് ശരി, ഓക്കെ. അതാണ് അവിടെ BJP പക്ഷത്തു നിന്ന് വരുന്ന ചോദ്യം. ഡോക്ടർ മോഹൻ വർഗീസ്, പ്രാദേശിക പാർട്ടികളെ ദുർബലപ്പെടുത്തുമ്പോൾ നോക്കൂ, ലോക്സഭാ ഇലക്ഷനിലാണ് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി UP-യിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസും NCP ഒക്കെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ദേശീയ പാർട്ടികൾക്ക് മാത്രമായ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതിന് ചരിത്രപരമായി തന്നെ സാങ്കത്യമുണ്ട്. കേരളത്തിൽ പോലും ഏറ്റവും ഒടുവിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടതുമുന്നണി ദേശീയ തലത്തിൽ 10 സീറ്റ് നേടുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് 10 സീറ്റ് നേടുമ്പോൾ ഇവിടെ ഭരണം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആളുകളുടെ വോട്ടിംഗ് പാറ്റേൺ ഓരോ ഇലക്ഷനിലും എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടന്നാലും ഓരോ ഇലക്ഷനിൽ ഏത് സഭയിലേക്ക് എന്നുള്ളത് വേറെ വേറെയല്ലേ? ഈ ചില സമയങ്ങളിൽ പ്രാദേശിക വിഷയങ്ങൾ നിർണായകമായി വരും. അങ്ങനെ വരുമ്പോൾ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് സംഭവിക്കുമ്പോൾ പ്രാദേശിക കക്ഷികളുടെ ആഗ്രഹമെന്തോ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ ആസ് എ തം റൂൾ ജനറലി 29 സംസ്ഥാനങ്ങളുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ഏറ്റവും അധികം ആളും അർത്ഥവും ചെലവാക്കാൻ കഴിയുന്നത് ദേശീയ കക്ഷികൾക്കാണ്. ഒരു ദേശീയ തലത്തിലുള്ള അജണ്ട സെറ്റ് ചെയ്യുന്നത് പ്രാദേശിക കക്ഷികളല്ല. ഒരു ദേശീയ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഒരു വൈകാരിക വിഷയം ഉണ്ടാകും ദേശീയ തലത്തിൽ. ആ വിഷയത്തിൻ്റെ ത്രെഡിൽ നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇപ്പോൾ BJP ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ഒരാൾ, താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ആൾ, അതേ നിമിഷം അടുത്ത നിമിഷം മറ്റൊരു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ അതേ പോളിംഗ് ബൂത്തിൽ നിന്നുകൊണ്ട് കൈപ്പത്ത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വളരെയധികം വിദ്യാസമ്പന്നരായ ആൾക്ക് സാധിക്കും. പക്ഷേ ഇന്ത്യയിൽ ഡൽഹി സംസ്ഥാനത്തോ കേരള സംസ്ഥാനത്തോ ഒരുപക്ഷെ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ കാര്യം അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചു. ഉത്തർപ്രദേശിൽ ഒരു നിർണായക ഘട്ടത്തിൽ ഇപ്പോൾ സമാജ്വാദി പാർട്ടി അപ്രതീക്ഷിതമായി സമാജ്വാദി പാർട്ടിക്ക് ഒരു മേൽക്കൈ ലഭിച്ചു, ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ ലഭിച്ചു. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ദേശീയ വിഷയങ്ങൾക്ക് തന്നെയായിരിക്കും പ്രാധാന്യം. അവിടെ ഏത് ദേശീയ കക്ഷിയാണോ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്, ഏത് ദേശീയ കക്ഷിക്കാണോ ഏറ്റവും അധികം പണം തിരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെയോ അല്ലാതെയോ മറ്റ് കോൺട്രിബ്യൂഷൻസിലൂടെയോ സമാഹരിക്കാൻ കഴിയുന്നത്, അവർക്ക് ഒരൊറ്റ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ആ പാർട്ടിയുടെ ദേശീയ കാൻഡിഡേറ്റ്സിനും സംസ്ഥാന തെരഞ്ഞെടുപ്പിലെ കാൻഡിഡേറ്റ്സിനും നിർണായകമായ മേൽക്കൈ ഉണ്ടാകുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് രീതിയെ തന്നെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും. അവിടെ വളരെ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ ചെറിയ സംസ്ഥാന കക്ഷികൾക്ക് കഴിയൂ എന്നതാണ് ഇതിലെ ദുഃഖകരമായ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് സൃഷ്ടിക്കാൻ പര്യാപ്തമല്ല. ഈ പറഞ്ഞത് ഒരു ആശയം എന്ന നിലയിൽ ഗംഭീരമായ ആശയമാണ്, പക്ഷെ ഒരിക്കലും നടക്കാത്ത വളരെ മനോഹരമായ ഒരു സ്വപ്നം എന്ന നിലയിൽ മാത്രമേ ഇതിനെ കാണാനാവൂ. ശരി, ഇവിടെ ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്ന് പറയുമ്പോൾ ശ്രീ ജിൻഡോ ജോൺ, ഈ സർക്കാർ, മൂന്നാം സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചത് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കൂടി വരച്ച വരയിൽ നിർത്തും, ഇവർക്ക് ഇനി നിർണായകമായ ഒരു തീരുമാനവും എടുക്കാൻ പറ്റില്ല എന്നാണ്. മന്ത്രിസഭാ യോഗം
ഇതാ ഈ തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്നലെ തന്നെ 100-ാം ദിവസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അമിത്ഷാ പബ്ലിക്കായി പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഭൂരിപക്ഷമില്ല, തനിച്ച് ഭൂരിപക്ഷമില്ല എന്നുള്ളത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തടസ്സമാകുന്നില്ല എന്നുള്ളതല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇനിയിപ്പോ പാർലമെന്റ് കടത്താനും പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയോ? അഭിലാഷേ, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ 100 ദിവസത്തിനുള്ളിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ കുറേ പദ്ധതികളുണ്ടല്ലോ, അതിൽ എത്ര എണ്ണം നടപ്പാക്കി? ഈ രാജ്യത്തെ ആളുകൾക്ക് എത്രത്തോളം ക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കി? അതിനെക്കുറിച്ച് ഈ സർക്കാർ പറയുന്നില്ല. പിന്നെ വഖഫ് ബില്ല് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, അതിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റിവെക്കപ്പെടേണ്ടി വന്നത് എന്നൊക്കെ അറിയാം. നേരത്തെ ആയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. അപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും വരയിൽ നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നീട് നമുക്ക് കുറെ കൂടി വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനിവിടെ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് വേണ്ട എന്ന് പറയുന്ന ശബ്ദം അത് ഏകാധിപതിയുടെയാണ്. അതിന് സംശയമൊന്നും വേണ്ട. ലോകത്തെ എല്ലായിടത്തുമുള്ള ഏകാധിപതികൾ പറയുന്ന ശബ്ദമാണത്. പിന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻ നടത്തുന്നതുകൊണ്ട് BJPക്ക് എന്താ നഷ്ടം? ഇവരുടെ ഇലക്ട്രൽ ബോണ്ടിലൂടെ ഇവർ നേടിയെടുത്ത 8,257 കോടി രൂപയും ഇലക്ഷനിൽ ചെലവഴിക്കുന്നില്ലേ? ഈ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നതും രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിക്കുന്ന പണമൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളിലേക്കാണ് ചെല്ലുന്നത്. ഈ രാജ്യത്തെ സാമ്പത്തിക മേഖലയിലേക്ക്, എക്കോണമിയിലേക്ക് അത് വരുമ്പോൾ മണി സർക്കുലേഷൻ കൂടുകയും ആളുകളുടെ കയ്യിൽ കുറച്ച് പണമൊക്കെ വരും. ആ ഇലക്ഷൻ ഉള്ളപ്പോഴെങ്കിലും സാധാരണ ആളുകൾ പട്ടിണിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയാൽ അത് ഈ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന ഒരു വലിയ നേട്ടമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ 3 തെരഞ്ഞെടുപ്പുകളെ 3 രീതിയിൽ ജനങ്ങൾ കാണുമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. എനിക്ക് അതിനോട് യോജിപ്പില്ല. അത് എത്രത്തോളം സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വീഴുന്ന പ്രതിമകൾ, ശിവാജിയുടെ പ്രതിമ മഹാരാഷ്ട്രയിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അത് രണ്ടാമത് പുതുക്കി പണിയുന്നതും ഈ രാജ്യത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് പണം എടുത്തിട്ടായിരിക്കുമല്ലോ. ഇടിഞ്ഞു പൊളിഞ്ഞു വീണ എയർപോർട്ടുകൾ പുതുക്കി പണിയുന്ന ഈ രാജ്യത്തെ പൊതുഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഈ പണമൊക്കെ ചെലവഴിക്കുന്ന അധിക ചെലവല്ലേ? ഈ പണം ചെലവഴിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഡെമോക്രാറ്റിക് എക്സസൈസ് നടത്തുന്നതിന് നിങ്ങൾക്ക് ഇത്രത്തോളം വിഷമം? പിന്നെ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ ഇത്ര വിപുലമായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടും നമ്മൾ ഈ ചർച്ചയിൽ ഉന്നയിച്ച സങ്കീർണമായ ചോദ്യങ്ങളെ പോലും അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തോന്ന് കോവിന്ദ് കമ്മിറ്റി, എന്തോന്ന് റിപ്പോർട്ട്, എന്ത് വെച്ചിട്ട് ഇനിയും ഇവർ പഠനം നടത്തുമെന്നാണ് പറയുന്നത് അല്ലേ? പിന്നെ വികസനത്തിന്റെ വേഗതയെ തടസ്സപ്പെടുത്തുമെന്ന്. ഈ രാജ്യം 1947 മുതൽ മോദി പ്രധാനമന്ത്രിയാകുന്ന 2014 വരെ വികസനവും രാജ്യത്തിന് വളർച്ചയും ഉണ്ടായിട്ടുണ്ട്. മോദി വന്ന ഈ 11 വർഷം കൊണ്ടല്ല ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഇലക്ഷൻ നടന്നിട്ടില്ലേ? വിവിധ ഇലക്ഷനുകൾ നടന്നിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ വേഗതയെ ഒരു രീതിയിലും അത് തടസ്സപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ഇവർ പറയുന്നത് 57 ഒന്നിച്ച് നടന്നില്ല എന്ന. 57 പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. നിങ്ങൾ 57ലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഗാന്ധിവധത്തിന്റെ പേരിൽ ഒളിച്ചിരുന്ന സംഘപരിവാറായിരിക്കാനാണോ നിങ്ങൾ ഇന്നും തയ്യാറായിരിക്കുന്നത്? ഗാന്ധിവധത്തിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയായിട്ട് ഒളിച്ചിരിക്കാനാണോ നിങ്ങൾ ഇന്നും ആഗ്രഹിക്കുന്നത്? നിങ്ങളൊന്ന് പറയണം. കാലം ഒരുപാട് മുന്നോട്ട് പോയി, രാജ്യം ഒരുപാട് മുന്നോട്ട് പോയി. ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു എക്സസൈസ് നടക്കുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വികലമായിട്ടുള്ള ബാലിശമായിട്ടുള്ള വാദങ്ങൾ ഉയർത്തരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, കൊട്ടിഘോഷിച്ചുകൊണ്ടുന്ന വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്ററി സമിതിക്ക് വിടേണ്ടി വന്ന സാഹചര്യം 3-ാം മോദി സർക്കാരിന് ഉണ്ടായി. ലാറ്ററൽ എൻട്രി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. ഇത് സ്വപ്ന പദ്ധതിയൊക്കെയാണ്, പക്ഷേ നടപ്പായില്ലെങ്കിൽ ആകപ്പാടെ നാണക്കേടായി പോകും. ഈ സർക്കാരിന്റെ കാലയളവിൽ 2029 വരെയുള്ള കാലയളവിൽ നടപ്പായില്ലെങ്കിൽ ഈ സർക്കാർ ഒട്ടും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന, നടപ്പാക്കാൻ പറ്റുന്ന സർക്കാരല്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞു നടക്കും. അങ്ങനെ പറയും. പ്രതിപക്ഷം എന്തൊക്കെ പറഞ്ഞു നടക്കുന്നു. റഫേല് വിമാനത്തിന്റെ വിഷയം പറഞ്ഞപ്പം അത് ഇതേ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു അഭിലാഷായിരുന്നു തോന്നുന്നു. അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ ഒരു വിമാനവും വരാൻ പോകുന്നില്ല. അതുപോലെ എന്തെല്ലാം കാര്യം, 370-ാം വകുപ്പ്, രാമക്ഷേത്രം, എന്തെല്ലാം കാര്യങ്ങൾ ഇവർ പറഞ്ഞു നടപ്പാക്കാൻ പറ്റില്ല, നടപ്പാകില്ല. അതെല്ലാം നടപ്പാക്കിയല്ലോ നരേന്ദ്രമോദി. നടപ്പാക്കാൻ പറ്റാവുന്നതെല്ലാം ഞങ്ങൾ നടപ്പാക്കും. ഞങ്ങളത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ശ്രമമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല കാര്യത്തിന് വേണ്ടി ശ്രമിക്കുക, ഇന്ത്യക്ക് വേണ്ടി ശ്രമിക്കുക, ഇന്ത്യയിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഞാൻ 2-3 കാര്യം പറഞ്ഞോട്ടെ. അതിൽ ഒന്നാമത്തെ കാര്യം ഈ പുഴങ്കര. അദ്ദേഹത്തെ ഏത് ചർച്ചയിൽ വന്നാലും ഫാഷിസം ഫാഷിസം ഫാഷിസം, ഹിന്ദു വിരുദ്ധത, ഇതല്ലാതെ ഒന്നുമില്ല പറഞ്ഞാൽ. ഏത് ചർച്ചയിൽ വന്നാലും അദ്ദേഹം പറയാതാ. കാര്യമായ കാര്യം ചോദിക്കാനും ഫാഷിസം വരും. എന്നിട്ട് ഈ ഫാഷിസം വന്നു കയറിയിട്ട് പുഴങ്കരയുടെ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. ഇവിടുത്തെ ഒരാൾക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ലല്ലോ. കൊല്ലം കുറയായി, 10 വർഷമായി ഫാഷിസം വന്നു, ഫാഷിസം വന്നു. സമയം കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞു. ഒറ്റ മിനിറ്റ് നിർത്താം, ഒറ്റ സെക്കൻഡ് പെട്ടെന്ന് നിർത്താം. അതായത് മിസ്റ്റർ ജിൻഡോ ജോൺ പറഞ്ഞു ഇവിടെ ഈ 1 ഇന്ത്യ 1 ഇലക്ഷൻ നടത്തുന്നത് ഫാസിസ്റ്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നെഹ്റു ഫാസിസ്റ്റ് ആണോ? ഇനി അദ്ദേഹം പറഞ്ഞു ശിവജിയുടെ പ്രതിമയുടെ കാര്യം, ശിവജി പ്രതിമ സ്ഥാപിക്കണ്ട എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പിന്നെ അദ്ദേഹം പറഞ്ഞു 100 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തു?
100 ദിവസത്തിനുള്ളിൽ ഏറ്റവും വലിയ പ്രഖ്യാപന 70 വയസ്സ് കഴിഞ്ഞവർക്ക് അനാച്ഛാദനം ചെയ്ത പ്രതിമ തകർന്നു വീണത് ആ പ്രതിമയുടെ ഉള്ളു പൊള്ളയായിരുന്നു. നിങ്ങളെ തന്നെ ഗോപാലകൃഷ്ണനെ പോലെ തന്നെ ഉള്ളു പൊള്ളയായ പ്രതിമ. ശരി. എന്തായാലും കാത്തിരുന്ന് കാണാം. വളരെ സങ്കീർണമായ നിയമപ്രശ്നങ്ങളും അതുപോലെ തന്നെ പാർലമെന്റിൽ ഇത് കടമ്പ കടക്കുമോ എന്ന ചോദ്യവും ഒക്കെ ബാക്കിയുണ്ട്. അതൊക്കെ കാത്തിരുന്ന് കാണണം. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.